കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 22. രചന ദിവ്യ ജി കെ. അവതരണം നീള. ബീനയുടെ പിൻകഴുത്തിൽ മുഖമിട്ടുരസി പുറകുവശത്തു നിന്നും നൈറ്റി ഉയർത്തി നഗ്നമായ സ്വന്തം ശരീരത്തിനെ അവളിലേക്ക് ചേർത്തുവെച്ച് ഷീറ്റിനാൽ മൂടി പതിയെ അഭി ചോദിച്ചു. ഇതെന്താ ബീനെ, നീ നൈറ്റി മാത്രം ഇട്ടേക്കുന്നത്? എന്റെ പൊന്നിക്ക, അഫുവിന് പാല് കൊടുക്കുന്നതിനിടയിൽ എന്നും മിക്ക ഇത് ഊരാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം? ഇനി മുതൽ രാത്രി കിടക്കാൻ കയറുമ്പോൾ ഞാൻ നൈറ്റി മാത്രമേ ഇടുന്നുള്ളൂ. ഇക്കായ്ക്ക് അത്രയും കൂടി എളുപ്പമാകട്ടെ. മോന് പാല് കൊടുക്കുന്നതിനിടയിൽ അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ തല അബിയുടെ നേരെ ചെറുതായി തിരിച്ച് ബീന പറഞ്ഞതും ചരിഞ്ഞു കിടന്നവൻ തലയുയർത്തി നീ നമ്മളെ മുത്താണെന്ന് പറഞ്ഞ് അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. അബിയുടെ മുഖത്ത് പിടിച്ച് പതിയെ തള്ളി മാറ്റി ശ്വാസമെടുക്കാൻ പാടുപെട്ട് ബീന പറഞ്ഞു, ഒരുമാതിരി പന്ന പണി കാണിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഉറക്കട്ടെ, എന്നിട്ട് എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ. ഒരു സൈഡിൽ മോൻ പാല് കുടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇക്ക കേൾക്കാത്തത് എന്താണ്? എനിക്കെന്തോ നീ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനങ്ങ് തോന്നിപ്പോകുന്നു. അതിനൊരു പ്രത്യേക സുഖമാണ്. മോൻ നല്ല ഉറക്കം പിടിച്ച് മാറിലെ പിടിവിട്ടതും ബീന അബിയെ തള്ളി മാറ്റി മോനെ എടുത്ത് കട്ടിലിന്റെ സൈഡിനോട് ചേർത്തിട്ടിരിക്കുന്ന തൊട്ടിയിൽ കിടത്തിയതും ചെറുതായെന്ന് ചിണുങ്ങിയ മോനെ ടവൽ ചൂടിക്കൊടുത്ത് പതിയെ ഒന്നുകൂടി തട്ടി ഉറക്കിയിട്ട് അതുവരെ അടക്കിപ്പിടിച്ച വികാരങ്ങളുമായി അബിയുടെ നേരെ തിരിഞ്ഞപ്പോൾ അവളെ മയക്കുന്ന കള്ളച്ചിരിയുമായി കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ഇരു കൈയും വിടർത്തി ക്ഷണിച്ചതും ഇത്രയും സമയം തന്നോട് കാണിച്ച പരാക്രമമോർത്ത് അബിയേക്കാൾ വേഗതയിൽ ബീന അവനിലേക്ക് പടർന്നു കയറാൻ ശ്രമിച്ചു. എല്ലാം കഴിഞ്ഞതും അതേ രീതിയിൽ തന്നെ തളർന്ന് കട്ടിലിൽ കിടന്നവളുടെ അരികെ ചേർന്നു കിടന്ന് കാതോരം ചുണ്ടുരസി അബി ചോദിച്ചു, ഇന്ന് എങ്ങനുണ്ടായിരുന്നു? അത് പിന്നെ ചോദിക്കാനുണ്ടോ? എന്റെ കരൾ എന്താ ചെയ്താലും അത് അടിപൊളിയല്ലേ. എന്നാ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഒരു റൗണ്ട് കൂടി പോയിട്ടുറങ്ങാം. പിന്നെയും ഭ്രാന്തമായി ചെവിയെ നുകർന്നു പറയുന്ന അബിയെ നോക്കി ദയനീയമായി ബീന ചോദിച്ചു. എന്റെ പൊന്നബീക്ക, ഇങ്ങക്ക് ഈ വിചാരം മാത്രമേ ഉള്ളോ? ഇപ്പോൾ തന്നെ നമ്മൾ നടുവ് പള്ളിപ്പറമ്പ് പോലെയായി. അത് നീയും കൂടി സപ്പോർട്ട് ചെയ്തിട്ടല്ലേ? എന്റിക്ക, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നിനി താങ്ങാനുള്ള ശേഷിയില്ല, അത് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എന്നാ പിന്നെ വെളുപ്പിനെ തന്നിട്ടേ പോകാവൂ. ഞാൻ ഉറങ്ങൂല. അഥവാ ഉറങ്ങിയാൽ വിളിച്ചുണർത്തി തരണം. പറയുന്നതിനൊപ്പം അബിയുടെ കൈയും ചുണ്ടും പിന്നെയും ചലിച്ചു തുടങ്ങിയപ്പോൾ കുറുകലോടെ ബീന പറഞ്ഞു, മതീക്ക, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കേണ്ടതാണ്. അയ്യോ, ഫ്രഷ് ആവാതെ ഉറങ്ങിക്കളയില്ലേ? നിന്നെ എടുത്തോണ്ട് പോയി കുളിപ്പിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. പണ്ടത്തെ പോലെ അല്ലടി, നീ ഇപ്പോൾ ഒന്നുകൂടി കൊഴുത്തിട്ടുണ്ട്. ശരീരത്തിൽ തടവി പറയുന്ന അബിയെ നോക്കി പാതി ഉറക്കത്തിൽ ബീന കൊഞ്ചലോടെ പറഞ്ഞു, ഇക്ക എന്നെ കളിയാക്കരുത്. എന്റെ മുത്തിനെ നമ്മൾ കളിയാക്കുമോ? ബാ എഴുന്നേൽക്ക്, മേലെങ്കിലും കഴുകിയിട്ട് കിടക്ക്. മനസ്സില്ലാ മനസ്സോടെ അബിയോടൊപ്പം ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ ബീനയുടെ കണ്ണുകളിൽ പിന്നെയും ഉറക്കം വന്നിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഷവർ തുറന്ന് അബി കുളിക്കാൻ തുടങ്ങിയപ്പോൾ വെള്ളം ബീനയുടെ തലയിൽ വീണതും ഉറക്കം പമ്പ കടന്ന് ചെറിയ ദേഷ്യം കൂടി അവളിൽ പിടിച്ചിരുന്നു. ഇക്ക എന്ത് പണിയാ കാണിച്ചത്? എന്റെ ഉറക്കം പോയില്ലേ? സാരമില്ലടി, കുളിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഉറക്കം വന്നോളും. വൃത്തിയാക്കാതെ കിടന്നാൽ എന്തെങ്കിലും അസുഖം വരും. കുളിച്ചു കയറി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരാതെ തിരിഞ്ഞ് അബിയുടെ നെഞ്ചിലേക്ക് കിടന്ന് മുഖത്തേക്ക് നോക്കി ബീന ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇക്ക സത്യം പറയുമോ? മനസ്സിലുള്ളത് അതുപോലെ പറഞ്ഞാൽ മതി. അബിയുടെ കണ്ണുകളെ ഉറക്കം മാടി വിളിച്ചിട്ടും ബീനയുടെ ചോദ്യം കേൾക്കാനായി കണ്ണു തുറന്ന് അവളെ തന്നെ നോക്കിക്കിടന്നപ്പോൾ ബീനയുടെ ചോദ്യം കേട്ടവൻ ആ ചോദ്യം ഒന്നുകൂടി മനസ്സിൽ ചോദിച്ചു, എനിക്കിതുപോലെ ഇക്കയുടെ ഇഷ്ടങ്ങൾ സാധിച്ചു തരാൻ കഴിയാതെ വന്നാൽ എന്നോടുള്ള സ്നേഹം കുറയുമോ? എന്നെ ഉപേക്ഷിക്കുമോ? വേറെ നിക്കാഹ് കഴിക്കുമോ? നിനക്കെന്താ ബീനെ, രാത്രി ഭ്രാന്താണോ? ഇക്ക, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ നിനക്ക് എന്തു വന്നാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നിന്നോടുള്ള സ്നേഹം കുറയില്ല. മറ്റൊരു നിക്കാഹും കഴിക്കില്ല. ഇനി ഇതുപോലെയുള്ള കൊസ്രാക്കൊള്ളി ചോദ്യവുമായി എന്റെ അരികിൽ വരരുത്. അതുപോട്ടെ, ഇപ്പോഴിങ്ങനെ ചോദിക്കാൻ തോന്നിയതെന്താണ്? ഇക്ക, ഇത്രയും വർഷമായിട്ടും ഞാൻ പ്രസവിച്ചു കിടന്നപ്പോഴല്ലാതെ ഒരു ദിവസം പോലും ഇതില്ലാതെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചു പോയതാണ്.
ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു പറയുന്ന ബീനയെ അതിനേക്കാൾ കൂടുതൽ വരിഞ്ഞു മുറുക്കി അഭി പറഞ്ഞു. എനിക്ക് നിന്നോട് പെരുത്തിഷ്ടം തോന്നുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത്രയും വർഷമായിട്ടും നിന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? അഭിയുടെ വാക്കുകൾ നൽകിയ സന്തോഷത്തിൽ ബീന പതിയെ നിദ്രയെ പുൽകിയപ്പോൾ അഭിയുടെ മനസ്സിൽ ആ ചോദ്യം പിന്നെയും നിറഞ്ഞു നിന്നു. തനിക്ക് സെക്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? റോസിയെ, എടി റോസിയെ, എന്റെ കെട്ടിയോളുടെ മുഖത്തിനൊരു വാട്ടം എന്നതാടി. ഭർത്താവിന്റെ മുഖത്തേക്ക് കുറച്ചു സമയം നോക്കിയിരുന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ അവർ പറഞ്ഞു. ചാച്ചേ, ഇന്ന് കരിമ്പറമ്പിലെ ജീനാമ വിളിച്ചിരുന്നു. ജീനാമ വിളിച്ചതിനാണോ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഞാൻ കാര്യം പറയുന്നതിനു മുന്നേ ചാച്ച തോക്കിൽ കയറി വെടിവെക്കാതിരിക്കെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്നാൽ നീ പറയുന്ന ഭാവത്തിൽ തലയാട്ടി ആന്റണി ഇരുന്നപ്പോൾ റോസി പറഞ്ഞു. ജീനാമ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഒരു പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ആദത്തിന് കുഞ്ഞുണ്ടാകുമെന്നാണ്. അതിലും നടന്നില്ലെങ്കിൽ ആലിയെ കളഞ്ഞിട്ട് അവനോട് വേറെ കെട്ടാൻ പറയാൻ പറഞ്ഞു. ജീനാമയുടെ അനിയത്തിയുടെ മോള് സോയ കെട്ട് കഴിഞ്ഞ് 3-ാം മാസത്തിൽ കെട്ടിയോൻ ചത്ത ശേഷം പിന്നീട് കെട്ടാതെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അവളുടെ കെട്ട് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോൾ വയറ്റിലായതാണ്. ഉടനെ കുഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ കെട്ടിയോൻ ഗുളിക വാങ്ങിക്കൊടുത്താണ് അത് കളഞ്ഞത്. അന്ന് സോയ ഒത്തിരി കരഞ്ഞെങ്കിലും അവൻ ചത്തപ്പോൾ അവളുടെ വീട്ടുകാർക്ക് ആ കുഞ്ഞുണ്ടാവാത്തത് ഒരാശ്വാസം തന്നെയായിരുന്നു. റോസിയെ, നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സംശയത്തോടെ ചോദിക്കുന്ന ഭർത്താവിനെ നോക്കി കണ്ണടച്ചവർ പറഞ്ഞു. അവളെ കൊണ്ട് ആദത്തെ കെട്ടിക്കാമെന്നാണ് ജീനാമ പറയുന്നത്. സോയമോൾക്ക് കുട്ടികൾ ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണല്ലോ. റോസി, നീ എന്ത് കന്നന്തിരിവാണ് പറയുന്നത്? ഇത് കർത്താവ് പൊറുക്കുമോ? നമ്മുടെ മോൻ കേട്ടാൽ സഹിക്കുമോ? ആലിമോൾക്കല്ല ആദത്തിനാണ് കുറവെങ്കിൽ എന്തു ചെയ്യും? ചാച്ചയ്ക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. എനിക്ക് എന്റെ മോന്റെ കുട്ടിയെ കണ്ടിട്ട് വേണം സമാധാനമായി പള്ളിപ്പറമ്പിൽ ഉറങ്ങാൻ. അതുമാത്രമല്ല, ആദത്തിനല്ല കുഴപ്പം, ആലിക്ക് തന്നെയാണ്. അന്ന് ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടതാണ്. അവൻ നമ്മളോടെല്ലാം ആർക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് അവളുടെ അസുഖം മാറാനുള്ള മരുന്നും ആലിയെ ബോധിപ്പിക്കാനായി അവനും അതുപോലെ വൈറ്റമിന്റെ ഗുളികയും കഴിക്കുകയാണ്. ഇപ്പോൾ തന്നെ വർഷം 14 ആയില്ലേ? ഇനിയും കാത്തിരിക്കുന്നത് ബുദ്ധിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഭർത്താവും ഒന്നും മിണ്ടാതെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അയാളുടെ മനസ്സും മാറാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കി റോസി പുതിയ റോസിയായി മാറാൻ തുടങ്ങി. ആദം സ്പെഷ്യൽ വാങ്ങിക്കൊണ്ട് വന്നത് കഴിക്കാനായി അവരെ വിളിക്കാൻ വന്ന ആലി അകത്ത് കേട്ട അവരുടെ വാക്കുകളിൽ തകർന്ന് നെഞ്ചിൽ കൈവച്ച് മതിലിൽ ചാരി നിന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും. കഥ ഇഷ്ടമായാൽ കൂടെ കൂടണേ.